ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വെളിച്ചത്തിനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു വർധനവും ബലവും ആയി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം 22 വാക്യം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തോട് ആഴമായി തൊടുന്ന ചില ദൂതുകൾ, വചനത്തിൻ്റെ ആഴങ്ങൾ. മകൾക്ക് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല, അസാധ്യമായി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ആ മാതാവ് യേശുവിൻ്റെ അടുക്കലേക്ക് വരിക, മകളുടെ വിഷയമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളോട് ദൂത് പറയും. ദൈവത്തിൻ്റെ വൈദിലെ ചിലർക്ക് വരാൻ കഴിയാത്ത ഒരു മേഖലയാണ്, ചിലർക്ക് കർത്താവിൻ്റെ അടുക്കൽ വരാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്ന ഒരു മധ്യസ്ഥത, ആ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ഒരു വിടുതലിന് വേണ്ടി വിശ്വാസത്തോടെ ആര് കടന്നു വരുന്നോ അവിടെ വിഷയത്തെ കർത്താവ് തൊടുവാൻ നിശ്ചയുക. ഇന്ന് തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുടെ ദൂത് തലമുറ പ്രാർത്ഥിക്കുന്നില്ല, ദൈവമുഖത്തേക്ക് നോക്കുന്നില്ല, കർത്താവിനെ അന്വേഷിക്കുന്നില്ല. എന്ന ദൈവത്തിൻ്റെ വൈദിലെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ദൈവം കരുണ തോന്നും, ദൈവം മനസ്സലിവ് കാണിക്കുമെന്ന് ചില കുടുംബങ്ങളോട് ആഴവും ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ഈ മാതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് കാര്യം പറയുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം അതിനായ തലത്തിൽ തന്നെ യേശുവിനോട് പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ അത് അറിയിക്കുകയാണ്. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, എൻ്റെ വിഷയം, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം കഠിനമായിരിക്കുന്നു, അത് ആഴമായിരിക്കുന്നെന്ന് യേശുവിനെ ബോധ്യപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് അനുഭവിക്കുന്ന, ഇന്നായിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിലെ വിഷയം ഇപ്രകാരം കഠിനമായും ആഴമായും തീച്ചൂള മടങ്ങായി വർദ്ധിച്ചതുപോലെ ഒരു സാഹചര്യമാണോ, അതുപോലെ തന്നെ കർത്താവിനോട് പറയുക. ആ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവിനോട് അത് പറയുമ്പോൾ ദൈവം മനസ്സലിയാതിരിക്കത്തില്ല, ദൈവം കരുണ ചൊരിയാതിരിക്കത്തില്ല. ഇവിടെ വിഷയത്തിൽ കർത്താവ് തൊടുന്നത് ചില വാക്കുകൾ കർത്താവ് പറയുന്ന നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നോ എന്ന് പറയുന്ന സാഹചര്യം, ഇപ്പോൾ പ്രവർത്തിക്കത്തില്ല എന്ന് പറയുന്ന സാഹചര്യമാണ്. എന്നാലും ഇവിടെ വിശ്വാസം ആഴമായിരുന്നു, ഇവിടെ വിശ്വാസം വലുതായിരുന്നു. ശിഷ്യന്മാർ തന്നെ പറയുന്നുണ്ട്, അവിടെ ഒന്ന് പറഞ്ഞയക്കണം, നിലവിളിച്ചുകൊണ്ട് പുറകെ നടക്കുക, ഒന്ന് പറഞ്ഞയക്കണം. എന്നാലും കർത്താവ് മൗനം പാലിച്ച് ആ തലത്തിലും ഇവരുടെ വിശ്വാസം ഒട്ടും പുറകോട്ട് മാറുന്നില്ല, വിശ്വാസം ഒട്ടും കുറയുന്നില്ല. ദൈവത്തിൻ്റെ വൈദിലെ, ഇന്നത്തെ അവസ്ഥയിൽ കർത്താവിൻ്റെ കരം കാണാതിരിക്കുമ്പോഴും, ഇന്നത്തെ സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുമ്പോഴും വിശ്വാസം കുറയുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്നുണ്ടോ? വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഈ കനാന്യ സ്ത്രീയോട് കർത്താവ് തന്നെ പറഞ്ഞിട്ടും അവൾ പിന്മാറുന്നില്ല, അവൾ പുറകോട്ട് മാറുന്നില്ല. കാരണം അവളുടെ വിഷയത്തിന് ആധിക്യം, അവളുടെ വിഷയത്തിൻ്റെ ഗൗരവം അവൾക്കറിയായിരുന്നു. യേശുവിനുള്ള വിശ്വാസത്തിൻ്റെ ആഴം അവൾ മുറുകെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. അവരുടെ വാക്കുകളിൽ അവരുടെ വേദനയുണ്ട്, അവരുടെ വാക്കുകളിൽ വലിയ നൊമ്പരമുണ്ട്. എന്നെ സഹായിക്കണം. ഉലകത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല, കുടുംബത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല, ദേശത്ത് ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. സഹായിക്കാൻ പ്രാപ്തിയുള്ളവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുക, എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ദൂത് വലിയ
വലിയൊരു വിശ്വാസമായി, ആഴമായൊരു വിശ്വാസമായി ഏതെങ്കിലും വിഷയത്തിലൊരു സഹായം ലഭിക്കണമെങ്കിൽ അത് കർത്താവിന് മാത്രമേ ചെയ്തു തരാൻ കഴിയത്തുള്ളൂ. ഇന്ന് ജീവിതത്തിൻ്റെ സ്ഥിതി അതല്ലേ, ജീവിതത്തിൻ്റെ സാഹചര്യം അതല്ലേ, കർത്താവിന് മാത്രമല്ലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ജീവിത സാഹചര്യം എത്തി നിൽക്കുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവം മനസ്സലിയും, ദൈവം കരുണ ചൊരിയും. അതുകൊണ്ടല്ലേ കർത്താവ് അവളുടെ വിശ്വാസം കണ്ടിട്ട് നിൻ്റെ വിശ്വാസം വലുതെന്ന് പറയുക. അതുകൊണ്ട് ദൈവം അവളോട് പറഞ്ഞ പ്രത്യേകത, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, എന്താ ഇഷ്ടം? തലമുറയെക്കുറിച്ച് എന്താ ഇഷ്ടം? കുടുംബത്തിൽ എന്താ ഇഷ്ടം? ജീവിതത്തിൻ്റെ ഭാവിയിൽ എന്താ ഇഷ്ടം? അത് സംഭവിക്കണോ? ദൈവം അങ്ങനെ ഏൽപ്പിച്ചു തരണോ? വലിയൊരു വിശ്വാസം, വലിയൊരു വിശ്വാസം, പിന്മാറാത്ത വിശ്വാസം, ക്ഷീണിക്കാത്തൊരു വിശ്വാസം, തളരാത്തൊരു വിശ്വാസം. ആ മേഖലയിൽ നാം നിന്ന് കഴിഞ്ഞ നിശ്ചയവാ ദൈവത്തിൻ്റെ കരം അത് ചാഞ്ഞിറങ്ങിയിരിക്കും. അത്ഭുതം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കും. നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ചരിക്കത്തക്ക നിലയിലുള്ള ആഴമായ വിശ്വാസം, അവളുടെ അധ്വാനം, അവളുടെ വിശ്വാസം അത് വ്യർത്ഥമായി പോയില്ല. ആ സാഹചര്യത്തിൻ്റെ നടുവിൽ കർത്താവ് അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ, മകൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ഒരു ദൈവപ്രവർത്തിയുണ്ട്, ഒരു ദൈവിക ഇടപെടലുണ്ട്. ദൈവത്തിൻ്റെ സഹായം ലഭ്യമാകുന്ന സമയമായിരിക്കുന്നു. പുറകോട്ട് മാറല്, വിശ്വാസത്തിൽ ക്ഷീണിക്കല്. കർത്താവ് ഇതാ പ്രവർത്തിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. വിശ്വാസത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവം ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് അവരുടെ മേൽ നിവൃത്തിയായതുപോലെ, ആ കുടുംബം സന്തോഷത്തിലേക്ക് കടന്നു വന്നതുപോലെ ജീവിതങ്ങളെ കർത്താവെ സന്തോഷിപ്പിക്കുന്ന, വിടുവിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം ശക്തവും ആഴമായി തൊടുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.